കൃഷ്ണകുമാരേട്ടാ, എന്താണ് രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്? അതെ, 3 അമ്പലങ്ങളിൽ ദർശനം കഴിഞ്ഞു. കാലത്ത് 5:30 അമ്പലങ്ങളിലെത്തി. നീരാട്ട് ഗണപതി, ഗുരുവായൂരപ്പൻ ക്ഷേത്രം, കൽപ്പാത്തി, മൂന്നവിടെയും ദർശനം കഴിഞ്ഞു. 7 മണിയോടുകൂടിയിട്ട് പോളിംഗ് ബൂത്തിലെത്തി. എല്ലാ ദിവസവും പതിവുള്ള ആയിരിക്കും? എല്ലാ ദിവസവും പാലക്കാട് ഉള്ള ദിവസങ്ങളിലെല്ലാം 3 ക്ഷേത്രങ്ങളിൽ ഞാൻ എത്താറുണ്ട്. അതിൻ്റെ ഒരു കുട്ടിക്കാലം മുതലുള്ള ഒരു ദിനചര്യയുടെ ഭാഗമാണ്. അത് ഇവിടെ പാലക്കാടുണ്ടെങ്കിൽ ഞാൻ എത്തും. അത് ഇന്ന് കുറച്ച് നേരത്തെ ആയിരുന്നു മാത്രം, അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം ഇറങ്ങി. ഇന്ന് 5:30 മണിയോടുകൂടി ഇറങ്ങി. ക്ഷേത്ര ദർശനം കഴിഞ്ഞു. ആദ്യ വോട്ട് ചെയ്ത കൽപ്പാത്തി LPSൽ തന്നെ ഇന്നും വോട്ട് ചെയ്യാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആ മണ്ഡലത്തിലേക്ക് വോട്ട് മാറ്റുന്ന പതിവില്ല മറ്റുള്ള ആളുകളെ പോലെ. ഞാൻ ഏത് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്തും എൻ്റെ വോട്ട് കൽപ്പാത്തി LPSലായിരുന്നു. മലമ്പുഴയിൽ 2 തവണ മത്സരിക്കുമ്പോൾ ഞാൻ കാലത്ത് ഇവിടെ വോട്ട് ചെയ്തിട്ടാണ് മലമ്പുഴയിൽ പോയിരിക്കുന്നത്. ഇങ്ങനെ വോട്ട് മാറ്റുന്നവരോട് എന്ത് നിലപാടായിരിക്കും BJP സ്വീകരിക്കുക? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ആ മണ്ഡലത്തിലേക്ക് വോട്ട് മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല വ്യക്തിപരമായിട്ട്. അവരുടെ ഒരു ആഗ്രഹമായിരിക്കും തൻ്റെ വോട്ടെങ്കിലും തനിക്ക് കിട്ടട്ടെ എന്നല്ലേ. ഒപ്പം തന്നെ അങ്ങനെ വോട്ട് മാറ്റിയിട്ടുള്ള പലരുമുണ്ട്. അവരുടെ കാര്യത്തിൽ LDF ഒരു സമീപനം പറഞ്ഞിട്ടുണ്ട്. NDA ആ കാര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഒരു മണ്ഡലത്തിലേക്ക് പോകുന്ന സമയത്ത് അതിന് വോട്ട് മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആ ഒരു വോട്ട് കൊണ്ട് പരാജയപ്പെടുകയാണെങ്കിൽ പരാജയപ്പെട്ടെ എന്നുള്ള നിലപാട് സ്വീകരിക്കണം. താൻ എവിടെയാണോ യഥാർത്ഥ മുഖമാണല്ലോ ജനങ്ങളുടെ മുന്നിൽ വേണ്ടത്. ഞാൻ അത് ആഗ്രഹിക്കുന്ന ആളാണ്. താൻ എങ്ങനെയാണോ താൻ എല്ലാ ദിവസവും അതേ രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പ് സമയത്തും വേണം. ഞാനിന്ന് സാധാരണ ഒറ്റയ്ക്കാണ് അമ്പലത്തിൽ പോവുക. ഞാൻ ഇന്ന് തനിയാണ് അമ്പലത്തിൽ പോയത്. എൻ്റെ സ്വന്തം കാർ ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അതുപോലെ തന്നെയാണ് ഇന്നും. എനിക്ക് തിരഞ്ഞെടുപ്പ് ഒരു പ്രത്യേകതയല്ല. എൻ്റെ പാർട്ടി നിയോഗിച്ച ഒരു കർത്തവ്യം ഞാൻ നിർവഹിക്കുന്നു. അതിൻ്റെ ഭാഗം എൻ്റെ വ്യക്തിപരമായിട്ട് എന്നിലൊരു മാറ്റവും തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ജാടയും ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഇരട്ട വോട്ടുകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മലമ്പുഴയിൽ നിന്നുള്ളവർ പലരും ഇങ്ങോട്ടേക്ക് വന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതിൽ അത്തരം വോട്ടുകൾ തടയണം എന്നുള്ള നിലപാട് LDF ഒക്കെ സ്വീകരിക്കുകയും ചെയ്തു. അല്ല, ഒന്ന് ശാരീരികമായിട്ട് തടയുക എന്നുള്ള LDFൻ്റെ നിലപാടിനോട് ഞാൻ യോജിക്കുന്നു. അത് അവരുടെ ഉത്തരവാദിത്വമല്ലല്ലോ. LDFൻ്റെ പ്രവർത്തകരുടെ ഉത്തരവാദിത്വമല്ലല്ലോ. അതിന് നിയമ സംവിധാനങ്ങളില്ലേ. കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പറയേണ്ട കാര്യങ്ങളല്ലേ. അവർക്ക് പോലീസിൻ്റെ സഹായം തേടാം, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായം തേടാം. ഞങ്ങൾ ഇത്തരത്തിലുള്ള കള്ളവോട്ടുകളെ തടയാൻ എന്നും ആശ്രയിക്കാറുള്ളത് നിയമ സംവിധാനങ്ങളെയാണ്. ഇത്തവണയും ഞങ്ങൾ നേരത്തെ ഇതിൻ്റെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത്തരം ആളുകൾ വോട്ട് ചെയ്യാൻ വന്നാൽ ഞങ്ങൾ തടയും. കാരണം ഞങ്ങൾ തടയുക എന്നുള്ളത് നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, പോളിംഗ് ഓഫീസറോട് പറഞ്ഞുകൊണ്ട്, പോലീസിനെ അറിയിച്ചുകൊണ്ട് എല്ലാം ഞങ്ങൾ തടയാനുള്ള നടപടികളാണ് സ്വീകരിക്കുക. പിന്നെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ഒരു വോട്ട് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. കാരണം വോട്ടർ പട്ടികയിൽ ഇപ്പോൾ 2-3 ഭാഗത്തുണ്ടെങ്കിലും ഒരു വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം അവർക്കുണ്ട്. രണ്ടാമത്തെ വോട്ട് രേഖപ്പെടുത്താൻ അവർ ശ്രമിക്കുന്ന സമയത്താണ് ഈ പ്രശ്നം വരുന്നത്. നേരത്തെ വേറൊരു ബൂത്തിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നുള്ള ലിസ്റ്റിലുണ്ടെങ്കിൽ അവിടെ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് രേഖ അവരിവിടെ ഹാജരാക്കണം. അവിടുത്തെ പ്രിസൈഡിങ് ഓഫീസറോട്, പോളിംഗ് ഓഫീസറോട് അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അവർ ഹാജരാക്കണം എന്നേ ഉള്ളൂ. അങ്ങനെ ഹാജരാക്കിയാൽ അവർക്ക് വോട്ട് രേഖപ്പെടുത്താം. അതിൽ ഒരാൾക്കും തടയാൻ കഴിയില്ല. ഒരു നിയമ സംവിധാനത്തിന് തടയാൻ കഴിയില്ല. കഴിഞ്ഞ തവണ നമുക്ക് കേവലം 3000 വോട്ടിനാണ് നഷ്ടപ്പെടുന്നത്, മണ്ഡലം നഷ്ടപ്പെടുന്നത്. ഇത്തവണ സ്വാഭാവികമായിട്ട് ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ വോട്ട് ശതമാനത്തിൽ താരതമ്യേന കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഞാനിപ്പോൾ ചോദിക്കുന്നത് 5 അക്കം എന്നുള്ളത് നേരത്തെ തന്നെ കൃഷ്ണകുമാരേട്ടൻ പറയുന്നതാണ്. ഒരു കോൺഫിഡൻസ് എവിടേക്ക്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചോളം ഇത്തവണ 5 അക്ക ഭൂരിപക്ഷം എന്നുള്ളത് യാതൊരു കുറവും വരില്ല. അത് പോളിംഗ് കുറഞ്ഞാലും പോളിംഗ് കൂടിയാലും, പോളിംഗ് കൂടിയാൽ ഞങ്ങളുടെ ഭൂരിപക്ഷം കൂടും. 5 അക്കത്തിൽ 10,000-ൽ കൂടുതൽ എത്ര വേണമെങ്കിലും പോകാമല്ലോ, അതിൽ കൂടും. ഞങ്ങൾ 200% ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. വിജയം ഞങ്ങൾക്ക് സുനിശ്ചിതമാണ്. ഞങ്ങൾക്ക് ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ഏതെങ്കിലും കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ചതിയായിരുന്നു എന്ന്. ഇത്തവണ അങ്ങനെ ഒരു ചതി പ്രതീക്ഷിക്കുന്നു? ഇത്തവണ ഏത് ചതി നടത്തിയാലും, ഏത് വോട്ടുമുറിക്കൽ നടത്തിയാലും അതിനെ മറികടക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളും ഈ പാലക്കാടിനെ കുറിച്ച് അറിയുന്ന ആളുകളാണല്ലോ. കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് കഴിഞ്ഞ തവണ ചതി വന്നത് എന്നുള്ളത്. അത് മറികടക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ചതിയെ മറികടക്കാൻ ഇത്തവണ കഴിയും. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഇപ്പം അല്പം മുൻപ് UDF സ്ഥാനാർത്ഥി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചത് സന്ദീപ് വാര്യർക്ക് ഉള്ള എന്നുള്ളൊരു ചോദ്യമാണ് മുന്നോട്ട് വെച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ മാത്രം മാറ്റിയിട്ടില്ലല്ലോ? ഞാൻ തുടക്കം മുതൽ ഒരേ നിലപാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒരേ രൂപത്തിലാണ് കാണുക. തെരഞ്ഞെടുപ്പ് സമയത്ത് കുറിതൊട്ട് പോകുന്ന പതിവ് എനിക്കില്ല.
ചില ഭാഗങ്ങളിലെത്തുമ്പോൾ കുറിമായ്ക്കുന്ന പതിവും എനിക്കില്ല. ഞാൻ എല്ലാ ദിവസവും എല്ലാ സമയത്തും ഒരേപോലെയാണ് ജനങ്ങളുടെ മുന്നിൽ. തെരഞ്ഞെടുപ്പ് ആവുന്ന സമയത്ത് അതൊരു ഈവൻ്റാക്കി മാറ്റി അതിനായിട്ട് അഭിനയിക്കുന്ന പതിവ് എനിക്കില്ല. പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. സന്ദീപിൻ്റെ കാര്യത്തിൽ അതന്നെയാണല്ലോ ഞങ്ങൾ പറയുന്നത്. ആ നിലപാടുള്ള സന്ദീപിനെ എന്തുകൊണ്ട് ഇവർ സ്വീകരിച്ചു? ഒരു നിമിഷങ്ങൾ കൊണ്ട് ഒരാളുടെ എല്ലാ നിലപാടുകളും മാറ്റാൻ കഴിയുമോ? അത്തരത്തിലുള്ള ആളുകൾ മനുഷ്യനാണോ? ഒരു നിമിഷത്തിൽ എല്ലാ നിലപാടുകളും മാറ്റുക, താൻ പിന്തുടർന്ന എല്ലാ ആശയങ്ങളും തള്ളിപ്പറയുക, എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് കഴിയില്ല എന്നാണ്. ഒരു മനുഷ്യനെ സാധിക്കില്ല. ഇനി അതിനപ്പുറമുള്ള എന്തെങ്കിലും ആളുകളാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരാളെ എങ്ങനെയാണ് ഇവർ സ്വീകരിച്ചത്? അതിന് മറുപടി രാഹുലാണല്ലോ പറയേണ്ടത്. രാഹുലാണല്ലോ പറഞ്ഞത്. ഞാൻ എൻ്റെ നിലപാടിൽ മാറ്റില്ലേ, ഉറച്ച തീരുമാനം തന്നെ. ഞാൻ രാഹുലിനോട് ചോദിക്കുന്നു, മുനമ്പം വിഷയത്തിൽ എൻ്റെ നിലപാട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിലപാട് മുനമ്പത്തെ കുടിയിറക്കപ്പെടുന്ന ആളുകളുടെ ഒപ്പമാണ്, 610 കുടുംബങ്ങളുടെ ഒപ്പമാണ്. രാഹുൽ എന്താ പറയാത്തത്? ആരാ ഇരട്ടത്താപ്പ്? രാഹുലിനാണല്ലോ പലതും തുറന്നു പറയാൻ മടി. മുനമ്പത്തെത്തുമ്പോൾ ഒരു നിലപാടും പാലക്കാടെത്തുമ്പോൾ ഒരു നിലപാടും പാലക്കാടിലെ ചില പ്രദേശങ്ങളിൽ എത്തുന്ന സമയത്ത് വേറെ നിലപാടുമൊക്കെ സ്വീകരിക്കുന്നത് ആരാ? രാഹുലാണ് നിലപാടിൻ്റെ മാറ്റത്തിൻ്റെ ആൾ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇനിയിപ്പോൾ ബൂത്തുകളിലേക്ക് കടന്നു. യെസ്, 6:55 ബൂത്തിലെത്തും. ശരി, ഓക്കെ, താങ്ക് യു.